സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴി ഒരു വട്ടം പോയതാണ്. അത് അപ്രതീക്ഷിതമായിട്ടൊരു ഓട്ടം കിട്ടിയപ്പോൾ അങ്ങനെ വന്നു എന്ന് മാത്രം. അപ്പോൾ ഈ വഴി പോകുമ്പോൾ വെറുതെ ഒന്ന് എടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് പോയ വഴിയിലൂടെ തന്നെ നമ്മൾ തിരിച്ചും വരണമെന്ന് അറിയാം. അല്ലെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒന്ന് എല്ലാവർക്കും ഭയങ്കര സ്പീഡാവും. സ്കൂൾ ബസ്സായാലും ആളുകളായാലും എല്ലാവർക്കും ഭയങ്കര സ്പീഡാവും. കാരണം ഇന്ന് 9:15 സ്കൂൾ വിടും, പക്ഷേ കൂടും. അപ്പോൾ ഇവർക്ക് നേരത്തെ എത്തണം. പിന്നെ സമയത്തിൽ മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അല്ല, സമയമല്ല മാറ്റം വരുത്തുക, നിങ്ങളാണ് സമയത്തിന് മാറ്റം വരുത്തേണ്ടത്. ഇത് ഇവിടെ സ്കൂൾ എത്തി. സ്കൂളിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ എന്താ അറിയുമോ, നിങ്ങൾ ഹോൺ അടിക്കണം. എൻ്റെ വണ്ടിക്ക് ഹോൺ ഇല്ല, കട്ടായിക്കാണ്. ഹോൺ അടിച്ചിട്ട് വേണം പോവാൻ. ഇതാണ് കാരാകുർശി APK ജംഗ്ഷൻ. കാരാകുർശി ജംഗ്ഷൻ APK. അപ്പോൾ ഞാനിപ്പോൾ പോണ സ്ഥലം അറിയോ, ഞാൻ കാണിച്ചില്ല കേട്ടോ. എന്നോടൊന്നും തോന്നല്ലേ മാമാ. ശരിക്കും ഞാൻ ഓട്ടം പോവാട്ടോ, അല്ലാതെ നമ്മൾ ഇല്ലാന്നല്ല. പക്ഷേ നമ്മൾ രാവിലെ എങ്ങനെ ചെയ്യാറുള്ള ഇതൊക്കെ എന്താ അറിയോ, നമ്മളത് ശരിക്കും ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അറിയണം. പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്വഭാവത്തെക്കുറിച്ച് കേട്ടോ, ഓരോ ദിവസത്തെ ഓട്ടത്തിൻ്റെ കാര്യങ്ങൾ അതേപോലെ. പക്ഷേ സമയം ആർക്കും കാണാൻ സമയമില്ല, അതാണ്. അല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ അവർക്ക് വേണ്ടാത്തത് കാണാൻ എല്ലാത്തിനും സമയമുണ്ട്. പരമാവധി നമ്മൾ പിന്നെ നല്ലത് ചെയ്യുക, എന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഓണാശംസ. പക്ഷേ നമ്മൾ കുറേ അഹങ്കാരത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഉദാഹരണം പറയാം, നമ്മുടെ ഇപ്പം എൻ്റെ ജില്ല പാലക്കാടാണ്. വയനാട് പറഞ്ഞ ജില്ലയിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എനിക്ക് ഇപ്രാവശ്യം ഓണം ഇല്ലാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ പക്ഷെ എന്നാലും കുറേ ആളുകൾ മറന്നിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. സർക്കാരിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പിന്നെ മറ്റുള്ള മൺമറഞ്ഞു പോയ ആളുകളെ കൂടി നിങ്ങളൊന്ന് സ്മരിച്ചാൽ നിങ്ങൾക്കത് കൂടുതൽ വലിയ പുണ്യമാവും. പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു സംസ്ഥാനമായിട്ട് ലോകം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അറിയാം. ഞാൻ ഈ ബൈക്കിൽ പോണ ആളുകളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ 100 മീറ്റർ പോവുകയാണെങ്കിൽ കൂടി നിങ്ങൾ എന്തായാലും ഹെൽമെറ്റ് ധരിച്ചിട്ട് പോകണം. കാരണം നിങ്ങൾ ചത്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ കൈയും കാലും ഒക്കെ ഉടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷൂർ കിട്ടില്ല. അതൊക്കെ ഇൻഷൂർ കമ്പനിക്കാർ നോക്കും. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മരിക്കേണ്ട ആൾ തന്നെയാണ്. എന്താ പൊന്നേ, അതിപ്പോൾ കുറേ വട്ടം കറങ്ങി ഞാൻ. അപ്പോൾ ഇന്ന് മണ്ണാർക്കാട് നല്ല പിടുത്തം വിട്ട ബ്ലോക്കാട്ടോ. ബ്ലോക്ക് പറഞ്ഞാലും പോരാ, നല്ല ബ്ലോക്കുണ്ട്. അത് സ്കൂള് പൂട്ടുന്നതിൻ്റെയും അതേപോലെ ഓണത്തിൻ്റെ ഒരു തിരക്കാണ്. നമുക്ക് പ്രാവശ്യം ഓണം പിന്നെ ആഘോഷിക്കണ്ട എന്നുള്ളൊരു എന്താ പറയുക, ഒരു തീരുമാനത്തിലായിരുന്നു കേരളം. പക്ഷെ എന്നിട്ട് എന്താ അങ്ങനെ ഒരു തിരക്ക്? ആളുകളെ ഒന്നും കാണാനല്ല കേട്ടോ, ആളുകൾ കമ്മിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, റോഡ് സൈഡിൽ കൂടെ ആളുകൾ അധികം ഉണ്ടോ, വാഹനങ്ങളാണ് അധികം.
ശരിക്കും പറഞ്ഞാൽ കേരള അഹങ്കാരത്തിൻ്റെ വക്കീലാണ്. കുടി ചാടിയിട്ടില്ല, കുടി ചാടാൻ പോകുന്ന ഉള്ളൂന്ന് സംശയം എനിക്ക്. കുടി ചാടും എന്തായാലും. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നോക്കാൻ കഴിയുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനും അതേപോലെ മറ്റുള്ളവർക്ക് നമുക്കൊന്ന് ചെയ്തു കൊടുക്കാനും കഴിയാൻ തോന്നുന്നില്ല. ഒക്കെ എൻ്റെ കാര്യം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഈ തിരക്കൊക്കെ കാണുമ്പോൾ പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കാറ് പുറത്തേക്ക് ഇറക്കുന്നത്. ഒരാൾ പിന്നെ ഞാനൊന്ന് പറയട്ടെ, ഈ കാറ് ഡ്രൈവിംഗ് ചെയ്യുന്നവർ കൂടുതൽ 85% മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ എതിർവശത്തുള്ള ഒരു കാറുകാരൻ ഫോൺ ചെയ്തിട്ടാണ് പോകുന്നത്. അത് ഒരു എന്താ പറയുക, ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ഇതാണെന്ന് ഞാൻ പറയാം കേട്ടോ. അത് വേറൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടിപ്പായുന്ന കുറേ പോലീസ് സാറന്മാരുണ്ട് ട്രാഫിക്കിലുള്ളത്. അതും കൂടി നമ്മളൊന്ന് ആരും കണക്കിലെടുക്കില്ല കേട്ടോ. ആരെയും കണക്കിലെടുക്കില്ല. ആർക്കും വലുതല്ല. അപ്പോൾ അച്ഛനും അമ്മേനെയും കൂടി ബഹുമാനമില്ലാത്ത സമയമാണ് നമ്മുടെ. അപ്പം പിന്നെ അതിലെന്താ പറയുക, അതൊക്കെയാണ് നമ്മുടെ നാട്. ഒരാൾക്കും വിട്ടുകൊടുക്കാൻ വയ്യ. എല്ലാവർക്കും അവനവൻ്റെ കാര്യം ഒന്ന് മാത്രം. വേറെ ഒരാളെയും കാണാൻ വയ്യാത്തൊരവസ്ഥയാണ്. എന്താ ചെയ്യുക? അങ്ങനെയൊക്കെ ആയാൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക? ഞാൻ പറയുമ്പോൾ ഇതിലൊക്കെ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല കഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല കേട്ടോ. അതും കൂടി ഉണ്ട് വേറെ. അത് നമ്മൾ ഇതൊക്കെ ഉണ്ടോ ഒക്കെ ആളുകൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിർത്തി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളാവും പിന്നെ കുറ്റക്കാരൻ.